14 ആണ്ട് മുൻപ് പണിയിടത്തിൽ നിന്നും അമ്മയെ കാണാൻ പോയ 22-കാരിയെ ചോരവാർന്ന് കണ്ടെത്തിയ അന്നു മുതൽ 5 ദിവസം നരകയാതന അനുഭവിച്ച് നമ്മളെ വിട്ടുപോയ അന്നു മുതൽ ഇത്രയും അധമനായ ഒരാൾ മലയാളിക്കില്ല. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ കുറ്റകൃത്യം നടത്തിയ കൊടും ക്രിമിനൽ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകുന്ന മൃഗതുല്യ മനസ്സുള്ളവനെ അതീവ സുരക്ഷയിൽ സൂക്ഷിക്കാൻ കേൾപ്പില്ലാത്തത്ര ദുർബലപ്പെട്ടു നമ്മുടെ ആഭ്യന്തര വകുപ്പ്. ഒരു സിസ്റ്റം മൊത്തം വളയാതെ ഒരു കമ്പി മാത്രം വളച്ച് രക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കാൻ തൽക്കാലം മലയാളിക്കാവില്ല. ആക്സോ ബ്ലേഡ് കൈക്കലാക്കി സെല്ലിന്റെ കമ്പി ഉപ്പിട്ട് തുരുമ്പിപ്പിച്ച് ഒരുപാട് നാളുകളെടുത്ത് അറുത്തുമാറ്റുമ്പോഴും എവിടെയായിരുന്നു ജയിൽ ജീവനക്കാർ? 1:15 സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി 4 മണിവരെ മതിലിനടുത്ത് ഒളിച്ചിരുന്നപ്പോഴും കൂറ്റൻ വാട്ടർ ടാങ്കുകൾ മതിലിനടുത്ത് എത്തിച്ചപ്പോഴും ആരും കാണാതെ പോയത് എങ്ങനെയാണ്? തുണികൾ കൂട്ടിക്കെട്ടി വടമുണ്ടാക്കാൻ കൊണ്ടുപോകുമ്പോഴും മുഴുവൻ സമയം ഡ്യൂട്ടിയിലുള്ള 3 വാർഡന്മാർ എന്തെടുക്കുകയായിരുന്നു? എന്തുത്തരം പറഞ്ഞാലും തീരാത്തത്ര വീഴ്ചകളുണ്ടതിൽ. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന് കേട്ടപ്പോൾ പേടിച്ചുപോയ എത്ര സ്ത്രീകളുണ്ടാകും നാട്ടിൽ? അവരോട് മറുപടി പറയേണ്ടത് സർക്കാരാണ്. എങ്ങനെ ചാടി എന്നതാണ് ചോദ്യം.